Good morning, ma'am. Good morning, ma'am. Good morning, all. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്സ് മൂന്നും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ പ്രിഫിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു 42 വരെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഓർമ്മയുണ്ടോ? 42 വരെ ആയിരുന്നോ? ആണോ? Yes, ma'am. ഓക്കെ, അപ്പൊ 42 വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയാണ്, കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ, പ്രിഫിക്സിന്റെ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഓരോന്ന് വായിക്കാം, മീനിങ് പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മീൻസ് അറിയാൻ പാടില്ലാത്ത മീനിങ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ സൈഡില് മലയാളത്തില് ആ മീനിങ് എഴുതി പോയിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടാലോ. വായിക്കുന്നതിനനുസരിച്ച് ഒന്ന് മീനിങ് തന്നെ നിങ്ങൾ സ്വയം എഴുതി പോവുക. ഓക്കെ, നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇത് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതൊരു ജസ്റ്റ് നമ്മൾ ഗ്രാമർ പഠിക്കുന്ന ആ ഒരു ടേം തന്നെയാണ്. അപ്പോ ഇതില് എല്ലാത്തിന്റെ മീനിങ് ഒന്ന് മാക്സിമം എഴുതിയിടാൻ ശ്രമിക്കുക. അറിയാൻ പാടില്ലാത്തത് എഴുതാം. അതിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ലാസ്റ്റ് ഈ പ്രിഫിക്സ് കഴിയുമ്പോൾ പ്രിഫിക്സിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപ്പൊ അതനുസരിച്ച് പഠിച്ചാൽ മതി. എല്ലാം കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കോമൺ ആയിട്ട് ചോദിച്ചു കൊണ്ടിട്ടുള്ള നമുക്ക് ഹോസ്പിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോ ഇനി 43 തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. 43 എറിത്രോ. എന്താ എറിത്രോ മീൻസ്? റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റ്സ്. അതായത് ചുവന്ന രക്താണുക്കൾ അല്ലെ. നമ്മള് ശ്വേതരക്താണുക്കൾ, അരുവ രക്താണുക്കളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ചുവന്ന രക്താണുക്കളെയാണ് നമ്മൾ എറിത്രോ എന്ന് വിളിക്കുന്നത്. ദെൻ EU. ഈ EU എന്നുള്ളത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് EU അല്ലെങ്കിൽ AU എന്നൊക്കെ ഒരു ഇതിലാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ജസ്റ്റ് EU മാത്രം നോക്കാം. ക്വൈറ്റ് ഗുഡ് ആൻഡ് അൺയൂഷ്വൽ അല്ലെ. ക്വൈറ്റ് ശാന്തമായിട്ടുള്ള, നല്ല രീതിയിലുള്ള, ഗുഡ് ആയിട്ടുള്ള, അൺയൂഷ്വൽ ആയിട്ടുള്ള, അതാണ് അതിന്റെ മീനിങ്. ദെൻ എക്സോ 45 എക്സോ. എക്സ്റ്റീരിയർ. എന്താ എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ പുറം എന്നുള്ളൊരർത്ഥം, പുറം ഭാഗം. എക്സോ എക്സിറ്റ്, പുറത്ത് നമുക്കൊരു മീനിങ്. ദെൻ എക്സ്ട്രാ. എക്സ്ട്രാ എന്ന് വെച്ചാൽ എന്താണ്? എക്സ്ട്രാ എക്സ്റ്റീരിയർ ഇൻ അഡീഷൻ അല്ലെ. അതായത് എന്താണ്? എക്സ്റ്റീരിയർ ആയിട്ടുള്ള, പുറമേയുള്ള, അല്ലെങ്കിൽ അതിന് പുറമെ നമ്മൾ കൂട്ടിച്ചേർക്കുക എന്നൊക്കെ പറയില്ല, അഡീഷണൽ ആയിട്ട് എന്നൊക്കെ ഉള്ളൊരു മീനിങ്. ദെൻ ഗ്യാസ്ട്രോ റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക്. നമുക്കറിയാം ഗ്യാസിന്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് റിലേറ്റിംഗ് ടു സ്റ്റൊമക്ക്, സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ ഗൈക്കോ. ഗൈക്കോ എന്ന് വെച്ചാൽ ഷുഗർ. ദെൻ ഗൈനക്. ഗൈനക് എന്താണ്? നമുക്കറിയാലോ, റിലേറ്റിംഗ് ടു ഫീമെയിൽസ് ഓർ ദ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. എന്താണ്? നമ്മളെ ഗർഭാശയവുമായിട്ട് അല്ലെങ്കിൽ ഗൈനക് അല്ലെ, നമ്മള് മീൻസ് പ്രത്യുൽപാദനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഗൈനക് എന്ന് പറയുന്നത്. ഗൈനക്കോളജി ഡോക്ടേഴ്സിനൊക്കെ കാണാറുണ്ട്, ഫീമെയിലിന്റെയാണ് പ്രത്യേകിച്ച് അല്ലെ. ദെൻ ഹെമറ്റ്. ഹെമറ്റോ എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റിംഗ് ടു ബ്ലഡ്. ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെമറ്റ്.
Then hemi എന്ന് വെച്ചാൽ ഹാഫ്, പകുതി എന്നുള്ള ഒരു മീനിങ്. Then hemo എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു ബ്ലഡ്. ഹെമറ്റോയും ഹെമോയും ബ്ലഡിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. Then hepato എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു ലിവർ, ലിവറിന്റെ മീൻസ് കരളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Then hector എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അതർ അല്ലെങ്കിൽ വേരിയസ്, അതായത് മറ്റ് അതർ അല്ലെങ്കിൽ വിവിധമായിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം. Then how എന്ന് വെച്ചാൽ എന്താ, ഐഡന്റിറ്റിക്കൽ മീൻസ് ഒരു സമാനം അല്ലെ, ഐഡന്റിറ്റിക്കൽ ആയിട്ടുള്ളത്, സമാനമായിട്ടുള്ളത്, ഒരേപോലെ ഇരിക്കുന്നത് എന്നൊക്കെ പറയും അല്ലെ. Then hydro മീൻസ് വാട്ടർ, അറിയാലോ. Then hyper ഓവർ അല്ലെങ്കിൽ സർപ്ലസ് ഫ്ലോസ്, അതായത് നമ്മൾ ഓവർ ആയിട്ടുള്ളത്, ഇപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റി, ഹൈപ്പർ ടെൻഷൻ, വളരെ കൂടുതലായിട്ടുള്ളതിന് മീൻസ് അതിര് കടന്ന, ഇതൊക്കെ ഒരു മീനിങ് ആണ്. ഓവർ, അതിര് കടന്ന, കൂടുതലായിട്ടുള്ളത്, അങ്ങനെയല്ല നമ്മള് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ഒരു ടേമാണ് ഹൈപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഹൈപ്പോ എന്ന് വെച്ചാൽ അണ്ടർ അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ്, അണ്ടർ ഇൻസഫിഷ്യന്റ്, അതായത് ഇൻസഫിഷ്യന്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻസഫിഷ്യന്റ് മീനിങ് എന്താ, ഇൻസഫിഷ്യന്റ് മീനിങ് എന്താണ്, നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു ടേം അല്ലേ സഫിഷ്യന്റ് അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. എന്ത് ഇൻസഫിഷ്യന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതി വരാത്ത, കുറവ് അല്ലെങ്കിൽ ഒരു അപര്യാപ്തത എന്നൊക്കെ ഉള്ളൊരു അർത്ഥം. ഓക്കെ. അല്ലെങ്കിൽ ഹൈസ്ട്രോ അല്ലെങ്കിൽ ഹിസ്ട്രോ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, റിലേറ്റിംഗ് ടു ദി യൂട്രസ്, ഗർഭാശയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ദെൻ ഇൻഫ്ര എന്ന് വെച്ചാല് എന്താണ്, ബിനീത്ത്, ഫർദർ, ഓൺ, എക്സെട്ര. അതായത് എന്താണ് ബിനീത്ത് എന്ന് വെച്ചാൽ എന്താ, ബിനീത്ത് താഴെ, കൂടുതൽ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് ബിനീത്ത്, ഫർദർ, കൂടുതൽ. ദെൻ ഇന്റർ എന്ന് വെച്ചാല് ഇൻ ദ മിഡിൽ ഓഫ്, അറിയാലോ, ഇൻ ദ മിഡിൽ ഓഫ്. ദെൻ നടുവിൽ എന്നുള്ളൊരു അർത്ഥം, ഇൻ ദ മിഡിൽ ഓഫ്. ഇൻട്രാ എന്ന് വെച്ചാല് ഇൻസൈഡ്. ഇൻട്രാ ഓർമ്മയുണ്ടോ, ഇന്റർ ഒക്കെ പഠിച്ചത് ഉണ്ടോ? ആരും ഇല്ലേ ക്ലാസ്സില്? ഓക്കെ. ഇന്റർ ഇപ്പൊ ഓർമ്മ വന്നു അതൊക്കെ, ഹോസ്പിറ്റലിൽ നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ. ഇൻട്രാ എന്ന് വെച്ചാല് ഇൻസൈഡ്, ഇന്റർ, മിഡിൽ. ഓക്കെ. Then ഐസോ എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ടുള്ളത്. Then ലാറ്ററോ എന്ന് വെച്ചാൽ സൈഡുകൾ, ഓരോ വശങ്ങള്. Then ലിക്കോ മീൻസ് അല്ലെങ്കിൽ ലെക്കോ അല്ലെങ്കിൽ ലിക്കോ എന്നൊക്കെ പറയും അല്ലെ. റിലേറ്റിംഗ് എനിത്തിങ് വൈറ്റ് ഓവർ ടു ലൂക്കോസൈഡ്സ്, അതായത് WBC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. എന്താണ് WBC? അറിയോ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ബയോളജി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. WBC ഒന്ന് കമന്റ് ചെയ്ത് പെട്ടെന്ന് അറിയാവുന്നവര്. WBC വൈറ്റ് ബ്ലഡ് സെൽസ്, അതൊന്ന് എഴുതിട്ടോളൂ. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. വേറെയൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, അതായത് ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് സെൽസ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, അത് എഴുതിയെടുത്തോളൂ. വൈറ്റ് ബ്ലഡ് സെൽസ് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതിയെടുക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത്. നെക്സ്റ്റ് നോക്കാം. ലിത്തോ എന്താ, ലിത്തോ റിലേറ്റിംഗ് ടു സ്റ്റോൺ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. മാക്രോ എന്ന് വെച്ചാൽ എന്താണ്, മാക്രോ. ഹൈജ് എന്താ, ഹൈജ് മീനിങ്, ഹൈജ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഹൈജ് വലുത് എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. നമ്മള് മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ മാക്രോ ലെവല്, മൈക്രോ ലെവൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? മാക്രോ ലെവല്, മൈക്രോ ലെവല്. മൈക്രോ മാക്രോ എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും അല്ലെ. കുറച്ച് പേരുണ്ടെന്ന് തോന്നണം അല്ലെ, എക്കണോമിക്സ് എടുത്ത് പഠിച്ചവരുണ്ടോ കൂട്ടത്തില്? ഉണ്ടോ? ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചത്. എക്കണോമിക്സിൽ നമുക്ക് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ് തന്നെ ഉണ്ട് അല്ലെ പഠിക്കാൻ. അപ്പൊ മാക്രോ എന്ന് വെച്ചാൽ ഹ്യൂജ്, മൈക്രോ ചെറുത്. ഓക്കെ.
Then mal. Mal എന്ന് വെച്ചാൽ ബാഡ് ഓർ അൺയൂഷ്വൽ. മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ ഇതൊക്കെ കോമൺ ആയിട്ട് പല വേർഡ്സിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിന് സെപ്പറേറ്റഡ് ആയിട്ട് ഇന്ന ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അല്ലെ. കുറെ വേർഡ്സ് ഒക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ യൂഷ്വലി അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. പക്ഷെ അതിന് ഇന്നൊരു മീനിങ് ഉണ്ട്, അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, മാൽ എന്ന് വെച്ചാല് ബാഡ് ഓർ അൺയൂഷ്വൽ. ദെൻ മെഡി. മെഡി എന്ന് വെച്ചാൽ എന്താണ്? മിഡിൽ എന്നുള്ളൊരു മീനിങ് തന്നെയാണ് നമ്മൾ മിഡിൽ തന്നെ പറയാം. ദെൻ മെഗ. മെഗ എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? മെഗാ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ മെഗാ മേള എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. എന്താ ഇപ്പൊ മെഗ എന്നുള്ള? ഹ്യൂജ് അല്ലെ. വലിയ, ലാർജ് എന്നുള്ള ഒരു മീനിങ് തന്നെയാണ്. ഓക്കെ, ദെൻ മെലൻ. മെലൻ എന്ന് വെച്ചാൽ ബ്ലാക്ക് എന്നുള്ള ഒരു മീനിങ് ആണ് നമ്മളിവിടെ പറയുന്നത്. മെലൻ, ബ്ലാക്ക്. ദെൻ മീനിങ് എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു മെമ്പറൻസ്, മെനിഞ്ചസ്. എന്താ ഈ മെമ്പറൻസ് മെനിഞ്ചസ്? എവിടെയോ പണ്ട് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? മെമ്പറൻസ്, മെനിഞ്ചസ്. യെസ്, ഓക്കെ. ഫിദ, എവിടെയാണ് ഫിദ കേട്ടിട്ടുള്ളത്? മെമ്പറൻസും മെമ്പറൈനും മെനിഞ്ചസും എവിടെയോ പണ്ട് ബയോളജി ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലേ ആരും? പഴയ ക്ലാസ്സിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കി. മെമ്പറൻസും മെനിഞ്ചസും ഒക്കെ പഠിച്ചിട്ടില്ലേ? സംശയം ഉണ്ടല്ലേ ഇതാ ബയോളജിയില്? ബ്രെയിൻ റിലേറ്റഡ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. ബ്രെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഹെഡ് ബ്രെയിൻ ആയിട്ട് ബ്രെയിനിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു കവർ ചെയ്യുന്ന ഒരു പാളി, മീൻസ് ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് പൊടിയൊക്കെ തട്ടിയെടുക്കാനുണ്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ബയോളജിയായിട്ട് റിലേറ്റഡ് ചെയ്തതൊക്കെ കുറച്ച് പേർക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ ഏതാ? റിലേറ്റിംഗ് ടു മെമ്പറൻസ് അല്ലെങ്കിൽ മെനിഞ്ചസ്. അതിനെയാണ് മെനിങ്ങോ എന്ന് വിളിക്കുന്നത്. മെനിങ്ങോ അല്ലാട്ടോ, മെനിഞ്ചോ അല്ലെങ്കിൽ മെനിഞ്ചസ് എന്നുള്ളൊരു ഒരു ടേം തന്നെയാണ് ഈ മെനിഞ്ചോ എന്നുള്ള ഒരു വാക്ക് പറയുന്നത്. മെനിഞ്ചോ എന്ന് കേൾക്കുമ്പോൾ തന്നെ റിലേറ്റഡ് ടു മെനിഞ്ചസ് ഓർക്കുക. ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ. ദെൻ മൈക്രോ. നമ്മൾ നേരത്തെ പറഞ്ഞു മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും. അപ്പോ മൈക്രോ നമ്മൾ പറഞ്ഞു ഹ്യൂജ് ആണെന്ന് പറഞ്ഞു. മൈക്രോ എന്ന് വെച്ചാൽ ടൈനി, മീൻസ് ചെറുത്. മോണോ. എന്താ മോണോ എന്ന് വെച്ചാൽ മീനിങ് സിംഗിൾ. മോണോപോളി കേട്ടിട്ടുണ്ടോ? മോണോപോളി, യെസ്. എവിടെയാണ് മോണോപോളി എന്ന് പറയുന്നത്? നമ്മളുടെ രാഷ്ട്രീയത്തിന്റെ അല്ലെ, ഒരു മോണോപോളിസ്റ്റിക് ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കുത്തക അല്ലെ, മീൻസ് മോണോപോളിക് ആയിട്ടുള്ളതാണ് അല്ലെ. അതിനാണ് നമ്മുടെ മോണോ മീൻസ് സിംഗിൾ. നെക്സ്റ്റ് നോക്കാം, മൈലോ എന്ന് വെച്ചാൽ എന്താ? റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്, ബോൺ മാരോ. സ്പൈനൽ കോഡിലും ബോൺ മാരോയിലൊക്കെയാണ് നമ്മൾ എന്തിനു വിളിക്കുന്നത്? മൈലോ എന്നുള്ളൊരു ടേം സൂചിപ്പിക്കുന്നത്. മയോ, MYO. മയോ എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു മസിൽസ്. മസിൽസിനെയാണ് നമ്മൾ മയോ എന്ന് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നാസോ എന്ന് വെച്ചാൽ എന്താണ്? നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്. പഠിച്ചതാവുന്നുണ്ടോ? നാസോ എന്താ മീനിങ്? നാസോ കുറെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. നോസ് നമ്മൾ പറഞ്ഞു, നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, എൻഡോട്രയാക്കിൽ ട്യൂബ്. ഓക്കെ, എവിടെയൊക്കെ ഓർമ്മയുണ്ട് അല്ലെ. അപ്പോ നാസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നിയോ എന്ന് വെച്ചാൽ ന്യൂ എന്നുള്ളൊരു മീനിങ് തന്നെ. നെഫ്രോളജി റിലേറ്റഡ് ടു നെഫ്രോളജി. ഏതായിരുന്നു നെഫ്രോളജി? കിഡ്നി, റിലേറ്റിംഗ് ടു ദ കിഡ്നി. ന്യൂറോ എന്താണ്? ന്യൂറോ റിലേറ്റിംഗ് ടു നെർവസ് സിസ്റ്റം. നെർവായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നോക്ട്, നൈറ്റ് എന്നുള്ളൊരു മീനിങ്. ഒലിഗോ എന്ന് വെച്ചാൽ എന്താ? ഒലിഗോ ടൈനി, ലാക്കിംഗ് ആൻഡ് ഡെഫിഷ്യന്റ്. അതായത് ചെറിയ അല്ലെങ്കിൽ എന്താ? ലാക്കിംഗ് എന്ന് വെച്ചാൽ ചെറിയ കുറവ്, അല്ലെങ്കിൽ നമുക്ക് പറയില്ല അഭാവം, കുറവ് എന്നൊക്കെ പറയാം. ഊഫറോ എന്ന് വെച്ചാല് റിലേറ്റഡ് ടു നെർവസ് സിസ്റ്റം അല്ലെ. നമ്മള്
ന്യൂറോ എന്നും പറയും, അതുപോലെ തന്നെ ഊഫറോ എന്നും പറയുന്നത് നെർവസ് സിസ്റ്റത്തിന് തന്നെയാണ്. രണ്ടെണ്ണം കേട്ടോ. ന്യൂറോ റോ വരുന്നത് നോക്കിയാൽ മതി. ന്യൂറോയും ഊഫറോ. ഓക്കെ, അത് നെർവസ് സിസ്റ്റത്തിനെയാണ്. നമ്മള് ന്യൂറോ ഊഫറോ ഡിനോട്ട് ചെയ്യുന്നത് നെർവസ് സിസ്റ്റത്തിനെയാണ്. അതെ, ഒപ്താൽമോളജി ഇതൊക്കെ പെട്ടെന്ന് കേട്ടത് പറയാനോട്ട് നിങ്ങള്. ഒപ്താൽമോളജി ഐ അല്ലെ, റിലേറ്റിംഗ് ടു ഐ. Then ഓർക്കിഡോ റിലേറ്റിംഗ് ടു ടെസ്റ്റിക്കിൾസ്. എന്ത് ടെസ്റ്റിക്കിൾസ് എന്ന് വെച്ചാല് ടെസ്റ്റിക്കിൾസ് അറിയാമോ? ടെസ്റ്റിക്കിൾസ് എന്ന് വെച്ചാല് ബയോളജി ഒക്കെ പഠിച്ച് സയൻസ് ഒക്കെ എടുത്ത കുട്ടികളുണ്ട് കൂട്ടത്തില്. വൃഷണത്തിനെയാണ് ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർക്കിഡോയും ഓർക്കിയോ, ഇത് രണ്ടും ഓർക്കിയോ ഓറോ, ഇത് മൂന്നും ടെസ്റ്റിക്കിൾസിനായിട്ട് റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഓർക്കിയോ ഓറോ കേട്ടോ, മാറിപ്പോകരുത്. ഓർക്കിഡോയും ഓർക്കിയോ ഓറോ, ഇത് മൂന്നും ടെസ്റ്റിക്കിൾസിനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർത്തോ എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഓർ നോർമൽ, അതായത് നേരിട്ടോ അല്ലെങ്കിൽ സാധാരണമായോ നോർമൽ ആയിട്ടുള്ള. ഓസ്റ്റിയോ റിലേറ്റിംഗ് ടു ബോണുകളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓസ്റ്റിയോ. ഓട്ടോ എന്ന് വെച്ചാൽ എന്താ? ഓട്ടോ റിലേറ്റിംഗ് ടു ഇയർ അല്ലെ, റിലേറ്റിംഗ് ടു ഇയർ. നമ്മള് ഓട്ടോ മീൻസ് എന്താ? റിലേറ്റിംഗ് ടു ഇയറിനെയാണ് ഓട്ടോ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോ അത് മറ്റൊരു മൂന്നെണ്ണം. ടെസ്റ്റിക്കിൾ എന്ന് വെച്ചാൽ വൃഷണം. ഓക്കെ, ഓട്ടോ. നിങ്ങള് ഇയർ ഡ്രോപ്സ് ഒക്കെ ഇല്ലേ? ഇപ്പൊ നമ്മളെ മുതിർന്നവർക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇയർ ഡ്രോപ്സിന്റെ പേര് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഒഴിക്കുന്നതോ അല്ലെങ്കിൽ ടെസ്റ്റിസ് എന്ന് വെച്ചാൽ വൃഷണം. അപ്പൊ ഓട്ടോ റിലേറ്റീവ് ടു ഇയർ, ഓട്ടോജസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇയർ ഡ്രോപ്പ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. പാര എന്ന് വെച്ചാല് ഡിസൈഡ്. പാത്തോ എന്ന് വെച്ചാൽ എന്താണ്? പാത്തോളജി റിലേറ്റഡ് ടു, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മള്. പാത്തോളജി എന്താ? പാത്തോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി? ഡിസീസ് അല്ലെ. പാത്തോ മീൻസ് റിലേറ്റിംഗ് ടു ഡിസീസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ, എന്നൊക്കെ പറയാം അല്ലെ. പെരി എന്നൊക്കെ വിളിക്കാം. അതുപോലെ തന്നെ പെരി മീൻസ് അറൌണ്ട്, ചുറ്റും എന്നൊക്കെ ഉള്ളൊരു മീനിങ്. ഫാഗോ ആദ്യമായിട്ട് കേൾക്കുകയാണോ? ഫാഗോ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഫാഗോ ആരും കേട്ടിട്ടില്ല. ഫാഗോ മീൻസ് റിലേറ്റിംഗ് ടു ഈറ്റ്, ഭക്ഷണത്തിന് കഴിക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ്. ഫാറിംഗോ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പഠിച്ച സംഭവം അല്ലേ ഫാറിംഗോ. യെസ്, എന്താ ഫാറിംഗോ? റിലേറ്റഡ് ടു ത്രോട്ട് ഓർ ഫാറിങ്സ്, തൊണ്ടയും അതുപോലെ തന്നെ ഫാറിങ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫാറിംഗോ. ഫ്ലീബോ എന്താ? ഫ്ലീബോ അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഫ്ലീബോ മീൻസ് റിലേറ്റിംഗ് ടു വെയിൻ, നമ്മുടെ ഞരമ്പുകളായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതിനെയാണ് ഫ്ലീബോ എന്ന് വിളിക്കുന്നത്. വെയിൻ എല്ലാം എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ, നമുക്കത് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഒട്ടും തന്നെ അറിയാൻ പാടില്ലാത്തത് ഏതൊക്കെയാണോ അത് മാത്രം ഒന്ന് എഴുതിയെടുത്താൽ മതി. ഓക്കെ, പോളി എന്ന് വെച്ചാല് മൾട്ടി, ഒന്നിലധികം. പോസ്റ്റർ, ആഫ്റ്റർ, ബിഹൈൻഡ്.
പിന്നെ അതിന് ശേഷം നമുക്കൊരു മീനിങ്. പ്രീ പ്രീ എന്ന് വെച്ചാൽ എന്താ? ബിഫോർ അല്ലെ? പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ പ്രീ എന്ന് വെച്ചാൽ എന്താ? ബിഫോർ അല്ലെ? മുന്നേ. ഫിനമോ പറഞ്ഞില്ല അല്ലെ? ഓക്കെ ഓക്കെ. ഫിനമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റിലേറ്റിംഗ് ടു ലങ്സ്, എയർ ഓർ റെസ്പിറേഷൻ. നമുക്കറിയാമല്ലോ ലങ്സ് ആയിട്ടും റെസ്പിറേഷൻ ആയിട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നതിനാണ് ഫിനമോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിട്ടുപോയിട്ട് അതിന്റെ ഇടയില്. Then poly, multi, post, after, behind, then pre, before. Then pro, before, in front of. Okay, before and in front of. Then procto. Then the procto is relating to rectum. In the rectum, rectum. Get it or rectum. Are related ആണോ? ഒന്നും കൂടി ആലോചിച്ച് നോക്കി. അയർ റിലേറ്റഡ് ആണോ റെക്ടം? അത് അയർ റിലേറ്റഡ് ഉണ്ട്. സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റഡ് ആണ് റെക്ടം. നമ്മളെ ക്യാൻസർ ഒക്കെ വരുന്നത് റെക്ടം ക്യാൻസർ ഒക്കെ മലദ്വാരം അത് തന്നെ കേട്ടോ. അതായത് മലാശയവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ മലദ്വാരം ക്യാൻസർ ഒക്കെ, മലദ്വാരത്തിൽ ക്യാൻസർ ഒക്കെ വരുന്നതൊക്കെ ഇപ്പോ നോർമലായിട്ട് അങ്ങനെ കണ്ടുവരുന്ന ഒരു മീൻസ് അങ്ങനെയൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പൊ റെക്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മലാശയവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഈ മലദ്വാരവുമായിട്ട് എൻഡ് ഓഫ് ദ ഡൈജസ്റ്റിക് സിസ്റ്റം. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പ്രൊക്ടോ കേട്ടോ, പ്രൊക്ടോ. Then പെസ്ഡോ. പെസ്ഡോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക്, എടുക്കുക, ടേക്ക് എന്നുള്ള മീനിങ്. ഇത് എക്സാമിന് ഉണ്ടാവുമോ? ഏതാണ് എക്സാമിന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചത്? ഈ പറയുന്നതൊക്കെയാണോ? എങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇത് നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നിരിക്കില്ലേ? അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എക്സാമിന് ഉണ്ടാകും. നമുക്ക് ഈ ചാപ്റ്റർ മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞു തരാം എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇതെല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അല്ലെ? എല്ലാം കൂടി ഒരു പൂർണ്ണമായി ഒരിക്കൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓരോന്നും കഴിയുമ്പോൾ അതില് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞു തരാം. പോരെ? പോരെ? ഏതൊക്കെയാണ് ഇപ്പൊ പ്രിഫിക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രിഫിക്സിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ? ഇപ്പൊ ചില വേർഡുകളൊക്കെ അല്ലെ? ഇപ്പൊ നമ്മള് മീൻസ് കുറച്ച് ഇപ്പോ എന്താണ് മറ്റേ ഫാറിങ്സും അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ച് നാസോ ഗ്യാസ്ട്രിക് അതൊക്കെ നമുക്ക് കുറച്ച് ചില ടേമുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ അറിയാവുന്നതുണ്ട്, ഒട്ടും തന്നെ അറിയാൻ പാടില്ലാത്തതുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മള് കോമൺ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന തരത്തിലുള്ള കുറച്ച് പ്രിഫിക്സുകളും സഫിക്സുകളും റൂട്ട് വേർഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എപ്പോഴായാലും ഒരു ഉപകാരമുള്ള ഒരു സംഭവമാണ്. ഇതിനു വേണ്ടി മാത്രമല്ല, എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു മീനിങ് ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ആണോ? അല്ലാണ്ട് ഈ ഒരു ഹോസ്പിറ്റലിലെ എക്സാമിന് വേണ്ടി ജയിക്കാൻ മാത്രമല്ല അല്ലെ? നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തില് നമുക്കിപ്പോ ഇംഗ്ലീഷിൽ പഠിക്കാനും കുറച്ച് കമ്മ്യൂണിക്കേഷനും എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത് ആവശ്യമായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് മടക്കി വെക്കാതെ ഇതൊന്ന് കയ്യിൽ എപ്പോഴും നോക്കുക, ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ വരെ എത്തി. ടേക്ക് വരല്ലേ വേണ്ടത്? ഓക്കെ, ദെൻ സൈക്കോ. സൈക്കോ എന്ന് വെച്ചാൽ എന്താ? സൈക്കോ സൈക്കോ എന്നൊക്കെ പറയാറുണ്ട് നമ്മള് അല്ലെ? പറയാറുണ്ട് അങ്ങനെ. ആളൊരു സൈക്കോ എന്നൊക്കെ പറയും അല്ലെ? സൈക്കോ മീൻസ് മൈൻഡ് അല്ലെ? സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് മൈൻഡ്. സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സൈക്കോ എന്ന് വിളിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ പറയാറില്ല നിങ്ങളുടെ സൈക്കോ മീൻസ് നിങ്ങളുടെ മൈൻഡ് പറയാറില്ലേ നിങ്ങൾ എന്താണോ മീൻസ് ഉദ്ദേശിക്കുന്നത്? പറയാറില്ല ഇടക്ക്. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, പഠിക്കണ്ട എന്നൊക്കെ പറയാറില്ലേ? ഓക്കെ, that is psycho means mind. Then pulmo. In the pulmo, pulmonology നമ്മളുടെ pulmonology related to lungs. കണ്ടോ? ഇപ്പൊ ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-15 നിങ്ങൾക്ക് തന്നെ സ്വയം നമുക്ക് ഇതിൽ നോക്കിണ്ട അല്ലെ?
നമുക്ക് തന്നെ സ്വയം നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. Parmo relating to lungs. Then PUR എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു പസ്. എന്താ പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഹോസ്പിറ്റൽ ടൗണാണ് കേട്ടോ. പസ് പഴുപ്പ് അല്ലെ, മീൻസ് എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുമ്പോഴുള്ള പഴുപ്പുകൾ, അതിനാണ് പസ് എന്ന് പറയുന്നത് കേട്ടോ. ക്വാഡി എന്ന് വെച്ചാല് ഫോർ എന്നുള്ള മീനിങ് ആണ്. ക്വാഡ് ഇതെല്ലാം ഫോർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ക്വാഡി, ക്വാഡ്, അത് ക്വാഡ്, ഈ മൂന്നെണ്ണം ഫോർ എന്നുള്ള മീനിങ് ആണ്. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം നോക്കിയതുപോലെ അല്ലെ, ചിലത് ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. 108 പറഞ്ഞില്ല. ഓക്കെ. പൈലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. പെൽവിസ് എന്ന് വെച്ചാൽ എന്താ? പെൽവിസ് ഇടുപ്പെല്ല് എന്നൊക്കെ പറയാം അല്ലെ, നമ്മളുടെ സൈഡിൽ ഇടുപ്പ്. ഓക്കെ, പൈലോ മീൻസ് റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്. Then pyo relating to pus. Then quadi, quad ഇതിനൊക്കെ നമ്മൾ ഫോർ എന്നുള്ള ഒരു മീനിങ് ആണ് പറയുന്നത്. Then retro എന്ന് വെച്ചാൽ എന്താ? ബാക്ക്വേർഡ് ഓർ ബിഹൈൻഡ് അല്ലെ, ബാക്ക്വേർഡ് അല്ലെങ്കിൽ ബിഹൈൻഡ്, പിന്നിലായത് അല്ലെങ്കിൽ പിന്നിലേക്ക് എന്നുള്ള ഒരു മീനിങ്. റിനോ മീൻസ് റിലേറ്റിംഗ് ടു നോസ്. അപ്പോ നാസോയും ഉണ്ട്, റിനോയും നോസിന് തന്നെയാണ് പറയുന്നത്. നാസോ റിനോ രണ്ടെണ്ണം പഠിച്ചിട്ടോ. നാസോയും റിനോയും ഇത് നോസിനെയാണ് പറയുന്നത്. സ്ലീപ്പിംഗ് ഓൺ എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു എ ട്യൂബ്. സ്ലീപ്പിംഗ് ഓൺ റിലേറ്റിംഗ് ടു ട്യൂബ്. ഡിക്ലറോ എന്താ? ഡിക്ലറോ എന്ന് വെച്ചാല് ഹാർഡ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു സ്ക്ലീറ എന്ന സ്ക്ലീറ എവിടെയൊക്കെ ഇട്ട് വന്ന സംഭവമാണ് അല്ലെ. ഐബോൺ മീൻസ് നമ്മളുടെ കണ്ണിന് ഒരു എന്താണ് ഐബോൺസിനെ കവർ ചെയ്യുന്ന ഒരു ഹാർഡ് ആയിട്ടുള്ളത് അല്ലെ, റിലേറ്റിംഗ് ടു സ്ക്ലീറ എന്നാണ് ഡിക്ലറോ എന്ന് വെച്ചാല്. സെമി ഹാഫ് ഓർ പാർഷ്യൽ അല്ലെ, ഹാഫ് ആയിട്ടുള്ളതിന്. സബ് അണ്ടർ അല്ലെങ്കിൽ സംവാട്ട് മീൻസ് താഴെ അല്ലെങ്കിൽ കുറച്ച് എന്നുള്ളൊരു മീനിങ്. സൂപ്പർ എബവ്, അബണ്ടന്റ്, മോർ ദാൻ നോർമൽ. സബ് അണ്ടർ, സൂപ്പർ എന്ന് വെച്ചാൽ എബവ്, അബണ്ടന്റ്, അതുപോലെ തന്നെ മോർ ദാൻ നോർമൽ, നോർമലിന് കൂടുതലും മുകളിൽ നിന്നുള്ളൊരു മീനിങ്. സുപ്ര എബവ്, സുപ്ര മീൻസ് എബവ്. ടാച്ചി സ്പീഡി, അതായത് എന്താണ് വേഗം എന്നൊക്കെ ഉള്ളൊരു മീനിങ്. തെർമ് ടെമ്പറേച്ചർ ഉള്ളൊരു മീനിങ് എടുത്താലാണ് എന്നുള്ളൊരു മീനിങ് പറയുന്നത് കേട്ടോ. തെർമ് ടെമ്പറേച്ചർ. തൊറാക്കോ എന്താ? തൊറാക്കോ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? എവിടെയാണ് കേട്ടേക്കുന്നത് തൊറാക്കോ? ആരും കേട്ടിട്ടില്ലേ? ചെസ്റ്റ് റിലേറ്റിംഗ് ടു ചെസ്റ്റ്. ട്രാൻസ് ടു ദ അതർ സൈഡ്, മറുവശത്തേക്ക് എന്നുള്ള ഒരു അർത്ഥം. പ്രൈഡ് എന്ന് വെച്ചാൽ 3 എന്നുള്ളൊരു മീനിങ് തന്നെ. യൂണി മോഡൽ, മൾട്ടി മോഡൽ എന്നൊക്കെ പറയില്ലേ, യൂണി വൺ. വാസോ വെസൽ, വാസോ മീൻസ് വെസൽ. ഇത്രയും 127 എണ്ണമാണ് നമ്മള് പ്രിഫിക്സിൽ പറയുന്നത്. അതായത് വേർഡിന് ബിഫോറിൽ ചേർക്കുന്ന ഒരു ടേമാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, 127 എണ്ണത്തില് എത്ര എണ്ണം പഠിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്? ഇതിൽ പക്ഷെ 127 എണ്ണത്തിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-20 എണ്ണമൊക്കെ നമുക്ക് അറിയാവുന്ന ടേമൊക്കെ തന്നെയാണ് ഇല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രിഫിക്സ് ആണ് ഇത്രയും എടുത്ത് കഴിഞ്ഞത്. പ്രിഫിക്സിൽ നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. അടയാളപ്പെടുത്തു ഞാൻ പറയുന്നതനുസരിച്ച്. ഓക്കെ, അടയാളപ്പെടുത്തിക്കോളൂ. ഇതിൽ ഞാൻ പറയുമ്പോ നമ്മൾക്ക് പഠിച്ച കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. കുറെയൊക്കെ നമുക്കറിയാലോ, അപ്പൊ അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാം.
നമ്പർ വായിക്കണോ? പ്രിഫിക്സ് വായിക്കാം, നമ്പറും വായിക്കാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവുമല്ലോ. മതിയോ അങ്ങനെ? നമ്പർ വായിക്കാം, പ്രിഫിക്സും വായിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബാക്കി പഠിക്കണ്ടാവുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഇത് പഠിക്കുന്നത് കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ, വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല ഒരിക്കലും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത്രയും മിനി എക്സാമിന് പഠിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരുന്നത്. ഓക്കെ, പ്രിഫിക്സില് തേർഡ് വൺ അടയാളപ്പെടുത്തിക്കോളൂ. അബ്ഡോമൻ മീൻസ് സ്റ്റൊമക്ക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അബ്ഡോമൻ 3 കേട്ടോ, 3 അബ്ഡോമൻ അടയാളപ്പെടുത്തിക്കോളൂ. Then sixth one, adeno. Adeno. Referring to a gland. Adeno. Important ആണ് adeno. Then 12, arterio. Means artery ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Arterio. Then 13. 12 and 13 important ആണ്. Artho means ജോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. Then 70, blasto, germ or cell. Blasto, germ or cell. Then 18, bluffero belong to an high yield. Bluffero 18 അടയാളപ്പെടുത്തുക. Then 21, cardio belong to heart. Cardio. 22, cephalo. 22, cephalo. Then 24, cervical. Belong to neck or cervical. 24 is cervical. Then 30, 30, സൈനോ ബ്ലൂ. നമുക്ക് പഠിക്കാനുള്ള ടേം ആയിരുന്നു അല്ലെ സൈനോ. Then next 34, dermato. Dermatology, skin. 34, dermato. Then 41, 41, enteron. Relating to intense കുടലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇൻഡസ്ട്രിയസ് കേട്ടോ, എൻഡോ 41. ഇതിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. Then 43, erythro. 43, erythro. പിന്നെ അതിലായി ഗൈനക്കോൺ ഹെമറ്റോക്ക് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പഠിക്കണോ കേട്ടോ. ഹെമറ്റോ ഗൈനക്കോക്ക് അറിയാം. Then hepato 53, hepato. ലിവർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റോ. Then 59, hysterio relating to uterus. 59.
65 കേട്ടോ. ലുക്കിയോ മീൻസ് WBC വൈറ്റ് ബ്ലഡ് സെൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് 65. Then 66 ലിത്തോ ഇമ്പോർട്ടന്റ് ആണ്. ലിത്തോ സ്റ്റോൺ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Then 72 meningo. 72 meningo. '75 Milo means relating to spinal cord, bone marrow. നെഫ്രോ ന്യൂറോ ഒക്കെ അറിയാലോ. ഞാൻ എക്സ്ട്രാ പറയുന്നില്ല, പഠിക്കണോട്ടോ. നെഫ്രോ ന്യൂറോ ഗൈനിക് ഒക്കെ നിങ്ങൾക്ക് അറിയാം. Then 83 ഊഫറോ നെർവസ് സിസ്റ്റം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. Then ഒക്ടാൽമോ അറിയാലോ. ഐ. Then 86, 87, 88 അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിട്ടേക്കാം. ടെസ്റ്റിക്കിൾസിനെ തന്നെ പറയുന്നതാണ്. ഓർക്കിഡോ, ഓർക്കിയോ, ഓറോ. അതിൽ നിന്ന് ഏതെങ്കിലും ചോദിക്കാം. ചാൻസ് ഉണ്ട് ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. മൂന്നും അത് പഠിച്ചിരിക്കുക. ഓർക്കിഡോ, ഓർക്കിയോ, ഓറോ എല്ലാം ടെസ്റ്റിക്കിൾസിനാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. Then ഓട്ടോ റിലേറ്റിംഗ് ടു ഇയർ. ഓട്ടോ 90 അടയാളപ്പെടുത്തിക്കോളൂ. ഓട്ടോ റിലേറ്റിംഗ് ടു ഇയർ. Then 97 7 Flebo vein relating to vein. ഡിഫറെന്റ്ലി 95 കൂടി അടയാളപ്പെടുത്തിക്കോളൂ. ഫാഗോ കേട്ടോ, റിലേറ്റിംഗ് ടു ഈറ്റ്. ഫാഗോ ഇതൊക്കെ നമ്മള് ഒരു ഹോസ്പിറ്റലിൽ പിന്നീട് യൂസ് ചെയ്യുന്ന ടേമുകളായിരിക്കും കേട്ടോ. ഫാഗോ. പൾമനോളജി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. സൈക്കോ മൈൻഡ് അതൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സൈക്കോ മൈൻഡ് അടയാളപ്പെടുത്തുന്നില്ല, അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്താഞ്ഞത്. Then 106 അടയാളപ്പെടുത്തിക്കോളൂ. പൾമനോളജി ലങ്സ് ആണെന്ന് അറിയാം നിങ്ങൾക്ക്, എങ്കിലും കുഴപ്പമില്ല, എഴുതിക്കോളൂ. 106. Then 114 റിനോൾ നോസ്. നിങ്ങൾ ഓട്ടോ അടയാളപ്പെടുത്തിയിട്ടില്ലേ? കുഴപ്പമില്ല. 114 റിനോ നോസ് റിലേറ്റിംഗ് ടു നോസ്. Then last 115 sleeping or relating to tube. Then first 116 declaro chala relating to sclera. Thoracic chest ആണെന്ന് അറിയാലോ, അടയാളപ്പെടുത്തണ്ട, അറിയാലോ, ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ എത്രമായി നമ്മള്
ടോട്ടല് 127 ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ എത്ര ഇതിനകത്ത് അടയാളപ്പെടുത്തിയത് പെട്ടെന്ന് നോക്കി. എത്ര വേർഡ്സ് ആയി അടയാളപ്പെടുത്തിയത്? കൗണ്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞു പെട്ടെന്ന്. ആണോ? ഓക്കെ. 28ഓ? ദൈവമേ എന്ത് പറ്റിയത്? 28, 30, 34 ഇനി എത്ര ഉണ്ട്? 35 ആയി. ഓക്കെ, ഏകദേശം 34 അല്ലെങ്കിൽ 35 ആണെന്നാണ് എന്റെ ഒരു മീൻസ്. ഞാൻ കറക്റ്റ് ആയിട്ട് ഞാൻ കൗണ്ട് ചെയ്യില്ല, എങ്കിലും 34 അല്ലെങ്കിൽ 35 ആണ്. ഓക്കെ, അപ്പൊ 127 എണ്ണം ടോട്ടലുണ്ട്. അതിൽ നിന്ന് ഞാൻ മാക്സിമം കുറച്ച് ഒരു 35 എണ്ണാക്കി തന്നിട്ടുണ്ട്. അതെങ്കിലും നല്ല രീതിയിൽ പഠിക്കണം കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ ആണോ? സന്തോഷമായില്ലേ എല്ലാവർക്കും? സന്തോഷമായോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 35 എണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയത്. അത് ഭംഗിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അതിനുള്ളിൽ കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അടയാളപ്പെടുത്തിയത് അത്രയും നല്ല രീതിക്ക് പഠിച്ചു പോകണം. ഓക്കെ, നമ്മൾ പ്രിഫിക്സ് ആണ് ഇത്ര നേരം നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഇനി സഫിക്സ് ആണ് നോക്കാൻ പോകുന്നത്. സഫിക്സ് ഒരു 37 സഫിക്സ് വരുന്നുള്ളൂ. വലിയ അധികം ഒന്നും ഇല്ല, കുറച്ച് സഫിക്സ് വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ നിങ്ങള്. നമ്മള് 127 പ്രിഫിക്സ് പറഞ്ഞു, അതൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് സഫിക്സ് പറയാം. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ എല്ലാം. ടോട്ടല് 127 ഉണ്ട്. അതുവരെ ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് വേണം നമുക്ക് സഫിക്സിലേക്ക് പോവാം. വായിച്ചോ? സ്ക്രോൾ ചെയ്യാൻ പറയണേ.
WBC എഴുതിയെടുത്തില്ല എല്ലാവരും? വൈറ്റ് ബ്ലഡ് സെൽസ് കേട്ടോ, എഴുതിയെടുത്തോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തിയത് കമ്പൽസറി ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണേ, കാരണം അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ചോദിച്ചതുവരെയും കണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഇനി ഒരുമിച്ചുള്ളത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രത്യേകം പറഞ്ഞു തന്നത്. അതനുസരിച്ച് പഠിക്കാം. കംപ്ലീറ്റ് ആക്കട്ടോ. ഗ്ലാസോ വെസൽ പാത്രം എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയില്ല എല്ലാവരും? ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ എല്ലാവരും? ഓക്കെ, രണ്ടോ വായിച്ച്? ഓക്കെ, അപ്പോ നമ്മൾ പ്രിഫിക്സ് ആണ് ഇപ്പൊ നോക്കിയത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സഫിക്സസ് ആണ് കേട്ടോ. അപ്പോ എന്താണ് സഫിക്സ്? ഓർമ്മയുണ്ടോ പറഞ്ഞത്? സഫിക്സ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡിന്റെ ബിഫോർ ചേർക്കുന്നതും സഫിക്സ് എൻഡിങ്ങിൽ ചേർക്കുന്നതും. നോക്കാം കേട്ടോ, ഒന്നും കൂടി വായിക്കുന്നതാണ്. സഫിക്സ് എന്താണെന്ന് നോക്കാം. സഫിക്സ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് വേർഡ്സ് ടു alter the real meaning.
In medical terminology, a suffix normally point out indicates procedure, condition, disease, or part of speech. മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു എന്തിനെയാണ്, ഒരു പ്രൊസീജിയേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ഡിസീസസിനെയോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനെയോ ആണ് നമ്മൾ സഫിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് വേർഡിന്റെ എൻഡിങ്ങിലാണ്. When this suffix is paired with the prefix "atro", which means join word that comes out the aorist and inflammation the joins. Sometimes essential to alert last letter or letters, the root words or prefix or suffix added to make pronunciation easier. അത് root words ന്റെ ഒപ്പവും prefixും suffixും ആഡ് ചെയ്തിട്ടും പറയാം. ഓക്കെ, അപ്പൊ സഫിക്സ് വേർഡിന്റെ എൻഡിങ്ങില് ചേർക്കുന്നതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി സഫിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺ സഫിക്സസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതും പറയുമ്പോൾ മീനിങ് മീൻസ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാ, ഞാൻ പറയുന്നതോടൊപ്പം തന്നെ മലയാളത്തിൽ ഒന്ന് എഴുതി വെച്ചോളൂ. സഫിക്സസ്, സഫിക്സ് അധികം ഇല്ല, പ്രിഫിക്സിന്റെ അത്രയും വരുന്നില്ല കേട്ടോ. ഒരു 45 42 വരെയൊക്കെ വരുന്നുള്ളൂ. സഫിക്സ് നോക്കാം. ഫസ്റ്റ് വൺ അൽജിയ. എന്താ അൽജിയ അല്ലെങ്കിൽ അൽജിയ? The meaning relating to pain, pain ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് അസ്തനോ. അസ്തനോ എന്ന് വെച്ചാല് ഫീബിൾനെസ്. എന്താ ഫീബിൾനെസ്? ഫീബിൾനെസ് കേട്ടിട്ടുണ്ട് എല്ലാവരും. ഫീബിൾനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലഹീനത, ക്ഷീണം എന്നൊക്കെയുള്ള ഒരു മീനിങ് എഴുതി വെച്ചോളൂ കേട്ടോ. അറിയാൻ പാടില്ല. വീക്ക്. ഓക്കെ, ഫീബിൾനെസ്, ബലഹീനത അല്ലെങ്കിൽ വീക്ക് എന്നോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയെടുത്തോളൂ. Then ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്താ? ബ്ലാസ്റ്റ് ഇൻമെക്ചർ സെൽസ്, അതായത് പ്രായപൂർത്തിയാകാത്ത കോശം, സെൽസ് കേട്ടോ. Then fourth one സെലൻ. സെലൻ എന്ന് വെച്ചാൽ എന്താ? റിലേറ്റിംഗ് ടു ട്യൂമർ ഓർ സ്വെല്ലിംഗ്. എന്ത് സ്വെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കം അല്ലെങ്കിൽ ട്യൂമർ, വീക്കവുമായിട്ടുള്ള പ്രശ്നങ്ങൾ. വീക്കം, നീർവീക്കം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളത് കേട്ടോ. സെലൻ. സെൻഡിസിസ്. എന്ത് സെൻഡിസിസ് എന്ന് വെച്ചാല്? സെൻഡിസിസ് നോക്കാം. Relating to a procedure in which an organ or body cavity is punctured, often drained. Celano, relating to tumor or swelling, അതായത് ട്യൂമറോ അല്ലെങ്കിൽ വീക്കം, മീൻസ് നീർവീക്കവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത്, അതാണ് സെലൻ. സെൻഡിസ് ആണ് ഇനി പറയുന്നത്. Relating to procedure in which an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. എന്താ സെൻഡിസിസ് എന്ന് വെച്ചാല്? അതായത് ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിലെ ഫ്ലൂയിഡ്സ് അല്ലെ, അധിക ഫ്ലൂയിഡ്സിനെ കളയുന്നതിനോ അല്ലെങ്കിൽ വിശകലനത്തിനായിട്ടൊക്കെ സാമ്പിള് എടുക്കുന്നതിനും അതിനെ മീൻസ് തുളച്ച്, പലപ്പോഴും തുളച്ച് എന്നൊക്കെ പറയില്ലേ. എക്സാമ്പിള് ഇടത്ത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ സഫിക്സിന്റെ ഇതിൽ എന്താണോ തന്നിരിക്കുന്നത് അത് മാത്രം പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലനേഷൻ പറയാത്തത്. കാരണം നമുക്കത് എക്സ്ട്രാ നമ്മളുടെ എക്സാമ്പിൾ ചോദിച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ PDF നോട്ട്സ് തന്നാലേ, അപ്പൊ ജസ്റ്റ് മീനിങ് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല നമുക്ക് കേട്ടോ. ഓക്കെ, എന്താണെന്ന് അറിയാനാണ്. ഓക്കെ, കുഴപ്പമില്ല. ചിലതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരാം.
സിന്തസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ്സിനെ നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ടൊക്കെ പരിശോധനയൊക്കെ എടുക്കില്ലേ, നമ്മുടെ ശരീരത്തിൽ കുറച്ച് ബ്ലഡ് എടുക്കുന്നത് മറ്റു ഫ്ലൂയിഡ്സ് ഒക്കെ ഇപ്പോ ക്യാൻസർ എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ബയോപ്സിക്കൊക്കെ അയക്കും ഇല്ലേ, അങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെയൊക്കെ എടുക്കുന്നതിനെയാണ് സിന്തസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചെറിയ രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ, പറയാതെ നമുക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് വായിച്ചു പോകുന്നത്. നിങ്ങൾ സ്പീഡിൽ പോകണമെന്ന് വിചാരിച്ചാണ് അല്ലെ, പക്ഷെ ഈ ഒരു ചാപ്റ്റർ അങ്ങനെയാണ്, ജസ്റ്റ് വായിച്ച് എക്സ്പ്ലനേഷൻ ഇല്ല ശരിക്കും ഈ ഒരു ചാപ്റ്ററിന്. നമ്മൾ ആ ടെർമിനോളജി ആ ടേംസ് ശരിക്കും ഇപ്പോ ഞാൻ എടുക്കുന്നത് നിങ്ങൾ സ്വയം പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ശരിക്കും ഒരു ക്ലാസ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാം അല്ലെ. ഇപ്പൊ മീനിങ് അറിയാവുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മീനിങ് നോക്കി പഠിക്കാം. നമുക്ക് ജസ്റ്റ് ആ ഒരു വേർഡ് എന്താണ് അതിന്റെ മീനിങ് മാത്രം മതി, അതിന്റെ എക്സ്പ്ലനേഷനും അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് മീനിങ് പറയുമ്പോൾ അതിന്റെ ഒപ്പം നിങ്ങളോട് എഴുതിയെടുക്കാൻ പറയുന്നത് കേട്ടോ. പറ്റുന്ന പോലെ എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ, അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഒട്ടും പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ഒട്ടും തീരെ അറിയാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. സിക്സ്ത് വൺ സൈറ്റി എന്ന് വെച്ചാൽ സെൽ മീൻസ് സെല്ലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. 7 എക്ടോമി സർജിക്കൽ റിമൂവൽ ഓഫ്, അതായത് എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള നീക്കം, എന്തെങ്കിലും ശസ്ത്രക്രിയയോ മറ്റു ശാസ്ത്രീയമായിട്ട് ഓപ്പറേഷൻസും മറ്റും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് നീക്കം ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയാ എക്ടോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസോക്ടോമി അല്ലെ, സർജിക്കൽ ആയിട്ട് നമ്മൾ നീക്കം ചെയ്യുന്നതിനാണ് ഈ എക്ടോമി എന്ന് ഉദ്ദേശിക്കുന്നത്. എമിയ എന്ന് വെച്ചാൽ എന്താണ്, റിലേറ്റിംഗ് ടു പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്, അതായത് രക്തത്തില് ഒരു വസ്തുവിന്റെ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. ലുക്കീമിയ എക്സാമ്പിൾ, അനീമിയ എക്സാമ്പിൾ നിങ്ങൾ എന്നെ പറഞ്ഞു തരുന്നത് അല്ലെ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അറിയാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ മാത്രം മതിയാകും അല്ലെ. അറിയാവുന്നത് പോലെയൊക്കെ നിങ്ങളും എക്സാമ്പിൾ പറയണേ. അതെ, താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട് ആള്. അപ്പൊ എക്സാമ്പിൾ ഇനിയിപ്പോ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ എക്സാമ്പിള്. ഓക്കെ ആണോ? നമുക്ക് ഇന്ററാക്ഷൻ അധികം വരുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് എക്സാമ്പിൾ നിങ്ങളൊന്നും പറയിപ്പിക്കാൻ പറ്റാത്തത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അറിയാവുന്നവരൊക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ നമ്മളുടെ സ്റ്റുഡൻസിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പില് ഇപ്പോ മീൻസ് ഹോസ്പിറ്റലായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ. അല്ലെങ്കിൽ ബയോളജിക്കലി മീൻസ് സയൻസ് പരമായിട്ട് പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കുറച്ച് ഓരോ ടേം ഒക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ലിയർ ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ബാക്കിയുള്ളവർക്കും കൂടി നിങ്ങളുടെ അറിവൊന്ന് പകർന്നു കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ഒരു അറിവ് മറ്റൊരാൾക്കും കൂടി പകർന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണം കേട്ടോ. ഒരിക്കലും നമ്മുടെ അറിവ് കുറയുന്നില്ല അവിടെ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ പറഞ്ഞോളണം, ഞാൻ നിങ്ങൾക്ക് മാത്രം പറയുള്ളൂ. ഓക്കെ, 9th വൺ ജെനിക്. ജെനിക് എന്ന് വെച്ചാൽ റിസൾട്ട് എന്നുള്ള ഒരു മീനിങ് ആണ്, മീൻസ് ഫലം, റിസൾട്ട്. ഗ്രാം എന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യുക, രേഖപ്പെടുത്തുക. ഗ്രാഫ്, a record or the device used to create the record, അതായത് റെക്കോർഡുകൾ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഉപകരണം, റെക്കോർഡ് സൂക്ഷിക്കാനായുള്ള ഉപകരണത്തിനാണ് ഗ്രാഫ്. Then 12th നോക്കാം, ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ സ്വെല്ലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? സ്വെല്ലിംഗ് എന്താ, വീക്കം അല്ലെങ്കിൽ വീക്കം എന്നുള്ള ഒരു മീനിങ്. ലിസിസ് എന്ന് വെച്ചാല് ഡിക്ലൈൻ, ഡിസ്ഇന്റിഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ, അതായത് തകർച്ച, ഡിക്ലൈൻ നശിക്കുക, മീൻസ് തകർച്ച, ശിഥിലീകരണം, നാശം എന്നൊക്കെയുള്ളൊരു മീനിങ്. ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് ലിസിസ്. അടുത്തത് മെഗാലി എന്ന് വെച്ചാൽ എക്സ്പാൻഷൻ, വികാസം, എക്സ്പാൻഷൻ ചെയ്യുക, വികസിക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ്. മെഗാലി എക്സ്പാൻഷൻ, വികസനം, വികസിക്കുക. ഒലോഗി എന്താ, ഒലോഗി എന്ന് വെച്ചാൽ ശാസ്ത്രം, സയൻസോ ശാസ്ത്രീയമായിട്ട് ഒരു മീനിങ്. ഒമ എന്ന് വെച്ചാൽ ട്യൂമറിനെ തന്നെയാണ് ഒമ എന്ന സൂചിപ്പിക്കുന്നത്. ഓക്കെ, ട്യൂമർ. സിസ്, ഇവിടെ ഓ എന്നുള്ളത് എങ്ങനെയാണ്, ഓ എന്നുള്ളത് പ്രൊനൗൺസിയേഷൻ സൈലന്റ് ആണ്, സിസ് എന്നാണ് അത് വായിക്കുന്നത്.
എന്ന് വായിക്കാം. റിലേറ്റിംഗ് ടു ഡിസീസ് പ്രോസസ്, സി ഓൾസോ സിസ്, അതായത് രോഗവുമായിട്ട്, ഡിസീസസിന്റെ പ്രോസസ്സ്, രോഗത്തിന്റെ പ്രക്രിയയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് രോഗത്തിന്റെ ഓരോ ലക്ഷണങ്ങളും സിംറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരില്ലേ, അതിനെയാണ് നമ്മൾ സിസ് എന്നാണ് അതിനെ വായിക്കുന്നത് കേട്ടോ. ഓസ്റ്റോമി, എന്താ ഓസ്റ്റോമി? ഓസ്റ്റോമി, സർജിക്കൽ ക്രിയേഷൻ ഓഫ് ആൻ ഓപ്പണിംഗ് ഓർ ഹോൾ. അതായത് ഓപ്പണിംഗ് സർജറി ഒക്കെ ചെയ്യില്ലേ, ഹോൾ മീൻസ് എന്താണ്? എക്സാമ്പിൾ പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഓപ്പണിംഗ് സർജറി ഒക്കെ ചെയ്യില്ലേ ഹോള് വഴി, കീ ഹോൾ സർജറി അല്ലെ? കിഡ്നി ഹോൾ സർജറി, കിഡ്നി സ്റ്റോണിലൊക്കെ നമ്മൾ കീ ഹോൾ സർജറി ഒക്കെ ചെയ്യും. ട്രാക്കിയോസ്റ്റോമി, കണ്ടത് എക്സാമ്പിൾ ഒക്കെ പറയുന്നത് കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇതിലൊക്കെയാണ് ഓസ്റ്റോമി എന്ന് പറയുന്നത്. ഒട്ടോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർജിക്കൽ ഇൻസിനേഷൻ, അതായത് എന്താ ശാസ്ത്രക്രിയ മുറിവുകൾ, സ്റ്റിച്ചൊക്കെ ഇടില്ല, ശാസ്ത്രക്രിയ മുറിവ്. പാത്തി മീൻസ് പാത്തോളജി എന്നുള്ളൊരു ഡിസീസ് ഓർ സിസ്റ്റം ഫോർ ട്രീറ്റിംഗ് ഡിസീസസ്. അതായത് എന്താണ്? രോഗം അല്ലെങ്കിൽ രോഗം ചികിത്സിക്കുന്നതിനായിട്ടുള്ള ട്രീറ്റിംഗ് ഡിസീസസിലേക്കാണ് നമ്മൾ പാത്തി, നമ്മൾ പറയാനുള്ള പാത്തോളജി എന്നുള്ളൊരു ടേം തന്നെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമ്മള് 20 എന്നാണ് നമ്മൾ നോക്കിയത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പ്രിഫിക്സ് പോലെയല്ല, സഫിക്സ് വന്നപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായല്ലോ എന്നാണോ എല്ലാവർക്കും വിചാരിക്കുന്നത്? ആണോ? അങ്ങനെയാണോ? കുഴപ്പമില്ല അല്ലേ? ചിലവർ എസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടും ബുദ്ധിമുട്ടാണെന്നാ പറഞ്ഞു. ആണോ? രണ്ടും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, ഒത്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ. മാം, ഇതിപ്പോ എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. മീൻസ് നമ്മൾക്ക് അറിയാം എന്താണ് ഈ പ്രിഫിക്സ് സഫിക്സ് എന്നുള്ളത് നമ്മൾക്ക് അറിയാം, പക്ഷെ ഇതൊക്കെ എന്ത് ടൈം എങ്ങനെയാണ് അവിടെ ഒന്ന് യൂസ് ചെയ്യാ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാ. നമ്മൾക്ക് ഇതില് മെയിൻ ആയിട്ട് ജസ്റ്റ് ഇവിടെ പറയുന്നത് മാത്രം, മീൻസ് അത് മാത്രം നമുക്ക് എക്സാമിന് അങ്ങനെ ഒരുപാട് ഇതിൽ നിന്നും ചോദിക്കാറൊന്നുമില്ല. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതില് നമുക്ക് മെഡിക്കൽ ടേം ആയിട്ട് റിലേറ്റ് ചെയ്തതുകൊണ്ട് അല്ലാതെ വരുന്ന കുറച്ച് പ്രിഫിക്സിലൊക്കെ വരുന്നുണ്ട് ഇല്ലേ, കോമൺ ആയിട്ടുള്ളത് കൊണ്ട് മെഡിക്കൽ ടേം ഉണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ളതിന്റെ ആവശ്യം അധികം വരുന്നില്ല. അവിടെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേമുകൾ മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കുറച്ച് ആ ഒരു 35 അടയാളപ്പെടുത്തി തന്നത്. ശരിക്കും അത്രയും വേണ്ട എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 35 എണ്ണത്തിലും അടയാളപ്പെടുത്തി തന്നത്. പഠിക്കണത് കാരണം ബാക്കി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞല്ലോ. ഇതിന് നമുക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടി മാത്രമല്ല, ഇങ്ങനെയുള്ളത് പഠിക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ ഉപകരിക്കും എന്നുള്ളത് ഷുവറാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അധികം എക്സ്പ്ലനേഷൻ ഒന്നും മീൻസ് നമ്മൾ ഓരോ ബാച്ച് അധികം എക്സ്പ്ലനേഷൻ കൊടുക്കാറില്ല, ജസ്റ്റ് ഇത് വായിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ മലയാളത്തിൽ മീനിങ് കൂടി പറയുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കുറെ പേർക്കൊക്കെ അറിയാം, പക്ഷെ കുറച്ച് പേർക്ക് അറിയാൻ പാടില്ലാത്തവരുണ്ടാകും അല്ലെ. നമ്മൾ ഒത്തിരി ഗ്യാപ്പ് ഉള്ളവരുണ്ടും, എല്ലാവരും ഒരേ റേഞ്ചുള്ള സ്റ്റുഡൻസ് അല്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മലയാളത്തിൽ എഴുതിയെടുത്തോളൂ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇപ്പോ പ്രിഫിക്സ് സഫിക്സ് കഴിയുമ്പോൾ അതിലും ഏതൊക്കെ പഠിക്കണം എന്ന് അടയാളപ്പെടുത്തി തരാം. ജസ്റ്റ് അത് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് PDF ഓൾറെഡി അവരതിന്റെ നോട്ട്സ് കൂടി നമുക്ക് ഓൾറെഡി തന്നാലേ, പക്ഷെ ഇത് അത്രേ ഉള്ളൂ പഠിക്കാൻ കേട്ടോ. എക്സ്പ്ലനേഷൻ ഞാൻ പറയുമ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് കമന്റ് നമുക്ക് മീൻസ് ഒരു ഇന്ററാക്ഷന്റെ ഒരു ഇത് കുറവുണ്ട്, അത് ഓക്കെ. പക്ഷെ നമുക്ക് എന്താണ് അതിന് പകരം മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാം അല്ലെ. ഇപ്പൊ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ഇപ്പൊ ഓരോരുത്തര് അവർക്കറിയാവുന്ന പോലെ എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ സന്തോഷം, എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ പറയാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഇനി സഫിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി റൂട്ട് വേർഡ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കുറച്ച് അബ്രീവിയേഷൻസ് ആണ്. അത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. അത് കുറച്ചും കൂടി നിങ്ങൾ പറഞ്ഞ പോലെ മീനിങ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഓരോ ടേമുകൾ ഇപ്പൊ CPR എന്താണ് അങ്ങനെയുള്ള കുറച്ച് ടേമുകളാണ് അബ്രീവിയേഷൻസിൽ വരുന്നത്. അത് കുറച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് പറഞ്ഞു തരേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് അത്ര എക്സ്പ്ലനേഷൻ ചെയ്ത് പറയാത്തത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ആണോ? അതെ മാം. ഓക്കെ, അപ്പൊ സാറ് ഇംഗ്ലീഷ് സാറൊന്നും ഇല്ല. സോ കുറച്ചു നേരം കൂടി മീൻസ് ഒരു അരമണിക്കൂർ കൂടി ഞാൻ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യണത് കേട്ടോ. കുറച്ച് ബോറിംഗ് ആണെന്ന് അറിയാം. ബോറിംഗ് ഉണ്ടോ?
ഇല്ല മാം. ഓക്കെ, പിന്നെ മെഡിക്കൽ ടെർമിനോളജി ആയതുകൊണ്ട് വലിയ ബോറിംഗ് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജസ്റ്റ് നമ്മൾ മീനിങ് പറഞ്ഞു പോവുകയല്ലേ. മറ്റേ ക്ലാസ് ആകുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ബോറിംഗ് ഒക്കെ വരാം. കുഴപ്പമില്ല, എന്തായാലും അരമണിക്കൂർ കൂടി എന്നെ തന്നെ കണ്ടിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ബ്രേക്ക് തരാം. ഒരു 5 minutes നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തോളൂ. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ, ബ്രേക്ക് കഴിഞ്ഞ് ആ വഴി പോകരുത് ആരും. എന്തായാലും ക്ലാസ്സിൽ കയറണം. ഓക്കെ ഓക്കെ മാം. Yes, ma'am. ഓക്കെ മാം. Larger taproot
ഓക്കെ, എല്ലാവരും വന്നോ? സ്റ്റാർട്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുന്നതാണ്. 20 വരെയല്ലേ പറഞ്ഞത്? 10 വരെയല്ലോ പറഞ്ഞത് നമ്മള്? Then next one, 21 നോക്കാം. ഫാഗിയ നമ്മൾ നേരത്തെ പറഞ്ഞു, റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സ്വാലോയിങ് എന്ന് വെച്ചാൽ എന്താ? രോഗം അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു സ്വാലോയിങ് എന്ന് വെച്ചാൽ എന്താണ്? ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ സ്വാലോയിങ് മീൻസ് എന്താണ്? വിഴുങ്ങുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ളൊരു ആ ഒരു മീനിങ് തന്നെ. ഫാസിയ, ഫാസിയ എന്ന് വെച്ചാൽ റിലേറ്റിംഗ് ടു സ്പീച്ച്, സംസാരവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. Then phobia, relating to an irrational fear. ഫിയർ എന്ന് വെച്ചാൽ എന്താണ്? യുക്തിരഹിതമായിട്ടുള്ള ഭയം, പേടി, ഇതിനാണ് ഫോബിയ. ഓക്കെ, അപ്പോ ഫാഗിയ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഈറ്റ്, ഫാസിയ സ്പീച്ച്, അതുപോലെ തന്നെ ഫോബിയ ഇറാഷണൽ ഫിയർ, പേടി അല്ലെ? ചിലർക്കൊക്കെ പേടി ഉണ്ടാവും, ഭയങ്കര ഇരുട്ടിന്റെ പേടി ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ പേടി? ചില കാര്യങ്ങളോട് ഭയങ്കര പേടിയും അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടോ? അങ്ങനെ പേടി എന്തെങ്കിലും ഉണ്ടാക്കും? ആർക്കില്ല? ഇതിൽ കുഴപ്പമില്ല അല്ലേ? ഓക്കെ, പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് ആ ഒരു പറയുന്ന ടോൺ പോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി. ദെൻ പ്ലെജിയ, പ്ലെജിയ എന്ന് വെച്ചാൽ പാരലൈസിസ്. എന്താ പാരലൈസിസ്? ഓർമ്മയുണ്ടോ? ഫേഷ്യൽ പാരലൈസിസ്, ഫേഷ്യൽ പാരലൈസിസ് ഓർമ്മയുണ്ടോ? എന്താണ് ഫേഷ്യൽ പാരലൈസിസ്? ഇപ്പൊ കണ്ട പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ വരുന്നൊരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. എന്താ പാരലൈസിസ് എന്ന് പറഞ്ഞാല്? ഫേഷ്യൽ പാരലൈസിസ്, പക്ഷാഘാതം അല്ലെ? അല്ലെങ്കിൽ ഫേസ് ഇങ്ങനെ കോടിപ്പോകുന്നത്, മുഖം കോടിപ്പോകുന്ന അവസ്ഥ അല്ലെ? മസിൽ മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് കോടിപ്പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്ലെജിയ കഴിഞ്ഞു. ദെൻ ഫെന മീൻസ് മലയാളം കിട്ടിയില്ല. ഓക്കെ ഓക്കെ, സംഭവം മനസ്സിലായല്ലോ, അത് മതി. റിലേറ്റിംഗ് ടു ബ്രീത്തിങ് മീൻസ് ശ്വസനമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. പ്രോസിസ് മീൻസ് പി അവിടെ സൈലന്റ് ആണ്. പ്രോസിസ് എന്ന് വെച്ചാല് എന്താ മീനിങ്? ഡ്രോപ്പിംഗ്, ഡ്രൂപ്പിംഗ്, ഡ്രൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഡ്രൂപ്പിംഗ് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ഡ്രോപ്പിംഗ്, എന്താ ഡ്രോപ്പിംഗ്? തൂങ്ങുക, തൂങ്ങിയ, തൂങ്ങിക്കിടക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ്. കേജ്, കേജ് അല്ലെങ്കിൽ മീൻസ് ഡബിൾ ആണ്. റേജ് അല്ലെങ്കിൽ റേജ്, റാജ് എന്നൊക്കെ വായിക്കാം കേട്ടോ അതിനെ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്, എന്താ മീനിങ്? എക്സസീവ് ഫ്ലോ അമിതമായിട്ടുള്ള ഒഴുക്ക് അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നൊക്കെ പറയാം. ഫ്ലൂയിഡ്സിന്റെ അമിതമായിട്ടുള്ള ഒഴുക്ക്. റാങ്കിയ, ബ്ലഡ് ഹെമറ്റേജ്. ഓക്കെ, ബ്ലഡ് ഹെമറ്റേജ് എക്സാമ്പിൾ പറയാം. റാങ്കിയ എന്ന് പറഞ്ഞാലും ഈ സെയിം മീനിങ് തന്നെ. അൺയൂഷ്വൽ ഓർ എക്സസീവ് ഫ്ലോ ഓർ ഡിസ്ചാർജ്, സെയിം മീനിങ് തന്നെ കേട്ടോ. റാഫി എന്ന് വെച്ചാല് സ്യൂട്ടർ ഓഫ് റിപ്പയർ ഓഫ്, അതായത് തുന്നല് മീൻസ് തുന്നിച്ചേർക്കുക, തുന്നല് അല്ലെങ്കിൽ എന്താണ്? നന്നാക്കല്, റിപ്പയർ ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ്.
Then റെഹ അല്ലെങ്കിൽ റെഹ എന്നൊക്കെ പറയാം. ഫ്ലോ ഓർ ഡിസ്ചാർജ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ഫ്ലോ ഓർ ഡിസ്ചാർജിന് കുറെ മീനിങ് വരുന്നുണ്ട് കേട്ടോ. ആ സ്റ്റിച്ച് സ്ലിറ്റർ എന്ന് വെച്ചാൽ തുന്നല്, സ്റ്റിച്ച് എന്നുള്ള ഒരു മീനിങ്. 30 നമ്മൾ പറഞ്ഞത് അതാണ് തുന്നല്, തുന്നിച്ചേർക്കുക, സ്റ്റിച്ച് ഇടില്ലേ, അതിനെ സ്റ്റിച്ച് ഇടില്ലേ. നമ്മള് കയ്യോ കാലൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ഒക്കെ ഇടില്ലേ, തുന്നൂലിങ്ങനെ സൂചിനൊക്കെ ആയിട്ട്, അതിനെയല്ലേ നമ്മള് സ്റ്റിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ തുന്നലിനെ തന്നെയല്ലേ. മുറിഞ്ഞാല് സ്റ്റിച്ച് ഇടുന്നത്, അത് തന്നെ സംഭവം. സ്കോപ്പ് എന്ന് വെച്ചാൽ ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, അതായത് പരിശോധനയ്ക്കായിട്ടുള്ള ഉപകരണം. സ്കോപ്പി എന്ന് വെച്ചാൽ എന്താണ്? എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, ഏതെങ്കിലും ഒരു ഡിവൈസ്. ഇപ്പോ എന്തൊക്കെയുണ്ട്? എൻഡോസ്കോപ്പി, പിന്നെ അങ്ങനെ കുറെ സ്കോപ്പികളൊക്കെ പഠിച്ചിട്ടില്ലേ? ട്രാക്കിയോസ്കോപ്പി, ട്രാക്കിയോസ്റ്റോമി, എൻഡോസ്കോപ്പി ഉണ്ട്. അതുപോലെ തന്നെ ലാപ്റ്റോസ്കോപ്പി, അങ്ങനെ കുറെ ഒരു മീൻസ് ഉപകരണം, എന്തെങ്കിലും ഒരു അതിന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ്, ഉപകരണം. കൊളോണോസ്കോപ്പി, കുറെ സ്കോപ്പികളൊക്കെ ഉണ്ടിട്ടാണല്ലേ സ്കോപ്പി. Then CIS, ഈ പ്രോസസ്, ആക്ഷൻ ഓർ കണ്ടീഷൻ, അതിനാണ് സിസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രക്രിയയോ പ്രവർത്തനത്തെയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സിസ് എന്ന് വിളിക്കുന്നത്. ടാക്സിസ് ഓർഡർ അറേഞ്ച്മെന്റ് ഓഫ്, അതായത് ഒരു ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രമമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ്, ഇതിനെയാണ് നമ്മൾ ടാക്സിസ് എന്ന് വിളിക്കുന്നത്. ട്രോഫിക്, ട്രോഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻ, ന്യൂട്രീഷനെയാണ് നമ്മള്, അതായത് എന്താണ്, പോഷകാഹാരം അല്ലെ, അതിനെയാണ് നമ്മൾ ട്രോഫിക് എന്ന് വിളിക്കുന്നത്. യൂറിയ എന്ന് വെച്ചാൽ അറിയാലോ, റിലേറ്റിംഗ് ടു സബ്സ്റ്റൻസ് ഇൻ എ യൂറിൻ ഓർ കണ്ടീഷൻ ടു ഇൻഡിക്കേറ്റഡ്, അതായത് മൂത്രത്തിലെ ഒരു എന്താണ്, എന്തെങ്കിലും ഒരു വസ്തുവായിട്ടോ സബ്സ്റ്റൻസ് ആയിട്ടോ സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ യൂറിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ 37 സഫിക്സ് ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പോ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തിക്കോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുറച്ച് കൺഫ്യൂഷനിങ് ആയിട്ടുള്ള കുറെ വാക്കുകൾ ഉണ്ട് ഇല്ലേ? ഉണ്ടോ? കൺഫ്യൂഷനിങ് ആയിട്ടുള്ളതേ കുറച്ച് ടേമുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അല്ലെ. പ്രിഫിക്സും അത്ര എളുപ്പമില്ല പഠിക്കാൻ. കുഴപ്പമില്ലെങ്കിലും അത്യാവശ്യം വേണ്ടുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ, ബുദ്ധിമുട്ട് ഇല്ല. ഓക്കെ, 7 അടയാളപ്പെടുത്തിക്കോളൂ. എക്ടോമി, സർജിക്കൽ റിമൂവൽ ഓഫ്. എക്ടോമി, സർജിക്കൽ റിമൂവൽ ഓഫ്. എക്ടോമി അടയാളപ്പെടുത്തിക്കോളൂ. ഫസ്റ്റ് വൺ അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. അൽജിയ വിട്ടുപോയി കേട്ടോ. ഫസ്റ്റ് വൺ കേട്ടോ, ഒന്നാമത്തേത് അൽജിയ റിലേറ്റിംഗ് ടു പെയിൻ. പിന്നെ 7th വൺ എക്ടോമി, സർജിക്കൽ റിമൂവൽ ഓഫ്. Then 16 tumor. Then 19 otomy. Otomy 19 otomy means surgical incision, മുറിവ്. ഫാഗിയ നമ്മള് ഓൾറെഡി പ്രിഫിക്സിൽ എഴുതിയിട്ടുണ്ട്, ഭക്ഷണം കേട്ടോ. 22 അടയാളപ്പെടുത്തിക്കോളൂ. ഫാസിയ റിലേറ്റിംഗ് ടു സ്പീച്ച്. Relating to speech. Then 25 അടയാളപ്പെടുത്തിക്കോളൂ. പ്ലെജിയ 25. പ്ലെജിയ പാരലൈസിസ്.
ക്ലിയർ ചെയ്യാം. 26 കൂടി ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. റിലേറ്റിംഗ് ടു ബ്രീത്തിങ് 26 കൂടി ഒന്ന് അടയാളപ്പെടുത്തുക. Then 33 scoping. 33 scoping അടയാളപ്പെടുത്തിക്കോളൂ. Then 36 trophic. 36 trophic. അത്രയും പഠിക്കാൻ പറ്റില്ലേ? ടോട്ടൽ എത്രണ്ണായി? 9 എണ്ണമല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി അതിൽ കൂടുതൽ ഏതെങ്കിലും വേണോ പഠിക്കാൻ? 3 കൂടി ഒന്ന് അടയാളപ്പെടുത്തണേ. 10 കേട്ടോ. അപ്പൊ 10 എണ്ണം പഠിച്ചാൽ മതി എന്നുള്ളൂ. 3 കേട്ടോ. ബ്ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണത്. സെൽസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജർ സെൽസ്. ഓക്കെ, അടയാളപ്പെടുത്തി എല്ലാവരും. സഫിക്സ് നമുക്ക് എത്രയും വരുന്നുള്ളൂ? 37 സഫിക്സ് ആണ്. അതിൽ 10 എണ്ണമാണ് ആദ്യം പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ 10 എണ്ണം കൃത്യമായിട്ട് അതിനെ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റൂട്ട് വേർഡ്സ് ആണ്. റൂട്ട് വേർഡ്സ് നമുക്കൊരു 79 റൂട്ട് വേർഡ്സ് വരുന്നുണ്ട്. കുറച്ചും കൂടി ടേം എക്സ്പ്ലനേഷൻ ചെയ്ത് പറയാനുള്ളതാണ് റൂട്ട് വേർഡ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയാൽ മതി ഇനി റൂട്ട് വേർഡ്സ്. കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം 78 ഓ 79 റൂട്ട് വേർഡ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്താൽ പകുതിക്ക് വെച്ച് നിർത്തേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ പോരെ നമുക്ക് ഇനി റൂട്ട് വേർഡ്സ്. മതിയോ? ഒത്തിരി പഠിച്ച് ബോറായി തുടങ്ങി അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മൾ പ്രിഫിക്സും സഫിക്സും നോക്കി കഴിഞ്ഞു. ഇനി റൂട്ട് വേർഡ്സ് ആണ്. ഇത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ പ്രിഫിക്സും സഫിക്സും ഒക്കെയാണോ എല്ലാവരും? അടയാളപ്പെടുത്തിയത് പഠിക്കണം. ഇനി ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പ്രിഫിക്സും സഫിക്സിനും റൂട്ട് വേർഡ്സിനും ഒരു ചെറിയൊരു എക്സാം നടത്തിയാലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെയാണ് എല്ലാവരും? മൊത്തത്തിലാണോ മാം അത് അടയാളപ്പെടുത്തിയത്? പറഞ്ഞത് മാത്രം തന്നെ നമുക്ക് നോക്കാം. അതുപോലെ ബുദ്ധിമുട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് ഷോർട്ടാക്കി തന്നിരിക്കുന്നത്. അപ്പൊ അത്രയും മാത്രം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എക്സാം എന്ന് പറയുന്നത്. അല്ലാതെ എക്സാമിന് വേറെ സെപ്പറേറ്റ് മാർക്ക് ഇടയോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറെ എക്സാം കാര്യങ്ങളൊന്നും നമ്മൾ എഴുതില്ലല്ലോ. അപ്പൊ ഫുൾ ഫോം നോക്കിയില്ലേ? അതേപോലെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യമുള്ളത് നമുക്ക് ഓരോ ദിവസമായിട്ട് എടുക്കാം. പോരെ? ഒരു ദിവസം പ്രിഫിക്സിന്റെ നമുക്ക് ചെയ്യാം, ഒരു ദിവസം സഫിക്സിന്റെ കുറച്ച് ചെയ്യാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് മതിയല്ലോ. പോരെ? ഒരുമിച്ചില്ല. പ്രിഫിക്സ് ഒരു ദിവസം നമുക്ക് നോക്കാം, അതുപോലെ തന്നെ സഫിക്സ് ഒരു ദിവസം നോക്കാം. ദെൻ റൂട്ട് വേർഡ്സ് ഉണ്ട്, അബ്രിവേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ അബ്രിവേഷൻസ് ഒക്കെ കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അബ്രിവേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ എടുത്തു തരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിഫിക്സും സഫിക്സ് ഒക്കെ ജസ്റ്റ് ആ ഒരു മീനിങ് മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെയാണ് എല്ലാവരും? ആണോ? കംപ്ലീറ്റ് കഴിയട്ടെ എന്നിട്ട് മതി. കംപ്ലീറ്റ് അല്ല, എനിക്ക് തോന്നുന്നു കോഴ്സ് ഇത് നമുക്ക് എന്താ നെക്സ്റ്റ് ക്ലാസ് വരുന്നത്? നാളെ നമുക്കില്ലേ ക്ലാസ്? മൺഡേ ഇല്ല മാം. ഫ്രൈഡേ ഇല്ലേ? ഫ്രൈഡേ ഫ്രൈഡേ ഉണ്ട്.
ഫ്രൈഡേ ഫ്രൈഡേ ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫ്രൈഡേ നമുക്ക് പ്രിഫിക്സിൽ എടുത്താലോ? ഓക്കെ ആണല്ലോ എല്ലാവരും? ഓക്കെ മാം. ഓക്കെ, അല്ലെങ്കിൽ കുറെ നീട്ടി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും, കാരണം അബ്രിവേഷൻസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ അത് അത്രയും അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകണ്ട. ക്ലാസ് എടുക്കാം, പക്ഷെ അതിന്റെ ഒരു ലാസ്റ്റ് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് ജസ്റ്റ് പ്രിഫിക്സ് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ, നമ്മള് ഇത് എത്ര പ്രിഫിക്സ് ആണ് അടയാളപ്പെടുത്തിയത്? 39, 35, 34. 34, 35. ഓക്കെ, അത് എല്ലാം ഇടില്ല, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുള്ളത് ഇടാം. അത് മാത്രം നിങ്ങൾക്ക് അടയാളപ്പെടുത്തി തന്നത് മാത്രം ഇടുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്ന് പഠിക്കാം. ഇന്ന് ഗ്രൂപ്പിലൊന്ന് നിങ്ങളൊന്ന് ഇൻഫോർമേഷൻ ചെയ്തേക്കണേ. ജസ്റ്റ് മാർക്കും ഇതൊന്നും അല്ലാണ്ട് ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അല്ലെങ്കിൽ ഇതിലെങ്കിലും എന്റെ മാർക്ക് കുറഞ്ഞു നോക്കാൻ വിഷമിക്കണ്ട. നമ്മൾ മാർക്കൊന്നും നോക്കണില്ല, നമ്മൾ പഠിച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, മറന്നു പോകരുത് ഫ്രൈഡേ കേട്ടോ. ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇനിയിപ്പോ ക്ലാസ്സിൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. ഓക്കെ, ബോറടിച്ച ക്ലാസ് എനിക്ക് റൂട്ട് വേർഡ്സും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ബോറാവും. അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാന്ന് പറഞ്ഞത് കേട്ടോ. കുറച്ച് കൂടുതൽ എടുത്തല്ലോ, കുഴപ്പമില്ലല്ലോ. പ്രിഫിക്സ് പാരഗ്രാഫ് ഒന്നും പഠിക്കണ്ട കേട്ടോ, പഠിക്കണ്ട. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള 35 എണ്ണം ഒന്ന് പഠിച്ചാൽ മതി. Okay, thank you all. Thank you, ma'am. 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 Thank you, ma'am.